ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ NPTEL എക്സാം എന്തായിരുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോസിലൂടെ അറിയാമായിരുന്നു. ഞാൻ നേരത്തെ കുറച്ച് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു NPTEL എക്സാമിനേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന്. നമ്മളുടെ BTech ആക്ടിവിറ്റി പോയിൻറ്റ്സിൽ ഏറ്റവും വാല്യൂ ഉള്ളൊരു സർട്ടിഫിക്കറ്റുള്ള എക്സാമിനേഷനാണ് NPTEL എക്സാമിനേഷൻ. അതിന് 50 മാർക്സാണ് കിട്ടുന്നത്. നമുക്ക് 100 ആക്ടിവിറ്റി പോയിൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ 2 NPTEL എക്സാം നമ്മൾ പാസ്സാവുകയാണെങ്കിൽ ആ 100 ആക്ടിവിറ്റി പോയിൻ്റ് അങ്ങനെ തന്നെ കിട്ടും. അപ്പം അതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അതിൽ നല്ല കോഴ്സസ് ഏതൊക്കെയാണ്, അപ്പോൾ അതൊക്കെയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പം കോർ സബ്ജക്റ്റ് പാടായിട്ടുള്ളവർ സോഫ്റ്റ് സ്കിൽസ് പോലത്തെ എളുപ്പമുള്ള ഒരു കോഴ്സ് എടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും നിങ്ങൾക്ക് ആ NPTELൻ്റെ 50 മാർക്ക് തന്നെ അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോകാം ഗൈസ്. അപ്പം ഈ സ്വയം എന്നുള്ളൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ NPTEL എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ. നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആപ്പിലേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഈ NPTEL ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം ഈ താഴെയുള്ള കോഴ്സ് എന്നുള്ളതിൽ ഞെക്കി കഴിയുമ്പം ഞാനിപ്പം രജിസ്റ്റർ ചെയ്തിട്ടേക്കുന്ന കോഴ്സാണ് ഇതൊക്കെ. സോഫ്റ്റ് സ്കില്ല്, ഡെവലപ്പിംഗ് സോഫ്റ്റ് സ്കില്ല്, അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റഡ് ആണ്. ഈ അനലോഗ് സർക്യൂട്ട്, മെഷീൻ ലേണിംഗ്, അതൊക്കെ ഞാൻ കഴിഞ്ഞ സെമ്മിൽ എന്തോ ചെയ്തായിരുന്നു. അപ്പം അതിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ നേരത്തെ രജിസ്റ്റർ ചെയ്തൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കോഴ്സ് കാറ്റലോഗ് എന്നുള്ള സംഭവത്തിലാണ് ഇവിടെ നമുക്ക് നമ്മളുടെ ഒരു ഇഷ്ടമുള്ള ആ ഒരു ഏരിയ. ഇപ്പം ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ആണെങ്കിൽ അത്, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ അത്, അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഒരു കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ്, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സബ്ജക്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് കോർ സബ്ജക്റ്റിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പല സബ്ജക്ട്സ് കാണാം. ആർഡിനോ, ലിനക്സ്. ഇതിപ്പോൾ ഇങ്ങനെ അധികം സബ്ജക്റ്റ് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ NPTEL രജിസ്ട്രേഷൻ ഇപ്പോൾ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അധികം സബ്ജക്ട്സ് ഇങ്ങനെ കാണാൻ പറ്റാത്തത്. ഇതിപ്പം എന്താ പറയുക, നമ്മൾ ആ രജിസ്ട്രേഷൻ്റെ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ കുറേ അധികം സബ്ജക്റ്റ് ഇങ്ങനെ വരും. അനലോഗ് സർക്യൂട്ട്, സിഗ്നൽസ്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്, അങ്ങനെ കുറേ സബ്ജക്ട്സ് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ രജിസ്ട്രേഷൻ ക്ലോസ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഇത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും സബ്ജക്റ്റിന് മാത്രമാണ് എന്താ പറയുക ഓണായിട്ട് രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് സ്കിൽസ് വേണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻ്റർഫേസിൽ കയറി ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചു തരാം. ആർഡിനോ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ കയറിയിട്ട് ഇവരുടെ ഇപ്പം ചാനൽ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. ഇപ്പം ഞാനിവിടെ ജോയിൻ കൊടുക്കുവാണെങ്കിൽ ഈ ഒരു സാധനം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ച് നമ്മൾ എഗ്രി ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമ്മളിവിടെ രജിസ്റ്റർ ആയെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത മെയിലിലേക്ക് മെയിൽ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഇതിൻ്റെ തന്നെ ഈ ഒരു സ്ഥലത്ത് അസൈൻമെൻറ്റ്സ് വീക്ക് 1, വീക്ക് 2, ഇതിപ്പോൾ എത്ര വീക്ക് ഡ്യൂറേഷൻ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പം ചിലതിനകത്ത് 12 വീക്ക്, 8 വീക്ക്, 4 വീക്ക് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര, ഇപ്പോൾ വീക്ക് 1 ആണെങ്കിൽ അതിൻ്റെ അസൈൻമെൻറ്റ്, അതിൻ്റെ ക്ലാസ് എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഇടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു NPTEL എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.